ഹായ്, നമസ്കാരം. ഞാൻ ശരിക്കും ഏറെ നാളുകളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പറ്റുകയാണെങ്കിൽ ആഴ്ചയിലെങ്കിലും ഒരു വ്ലോഗ് പോലെ നമ്മൾ ചെയ്യുന്ന പണികളും നമ്മൾ തോട്ടത്തിൻ്റെ അവസ്ഥയും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഗുരുജീസിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വളങ്ങളാണെങ്കിലും ശരി, അതുപോലെ ഫംഗിസൈഡുകളോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, ബയോ കൺസോർഷ്യം പോലെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് വലിയ എഡിറ്റിങ്ങോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ നേരിട്ട് ഒരു വ്ലോഗ് മോഡലിൽ ഇടണം എന്ന്. പക്ഷേ പലപ്പോഴും മടി കാരണം നടക്കാറില്ല. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിടാം. വ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ ഡെയിലി ഇടണമെന്നൊക്കെ പലരും പറയും. എന്നാലും ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിടാനുള്ള ഒരു പരിശ്രമം നടത്താം. അപ്പോൾ അതിൽ നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് എല്ലാം നമ്മൾ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്താണ് എന്ന് ആദ്യം തന്നെ നമ്മൾ പറയുന്നു. നമ്മൾ ഒരു വേനൽക്കാലമൊക്കെ ആയിരുന്നതുകൊണ്ട് വേനൽക്കാലത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര ചപ്പൊക്കെ അടുപ്പിച്ചാലും ശരി, അല്ലെങ്കിൽ വെള്ളമടിച്ചു കൊടുത്താലും ഇറിഗേഷനൊക്കെ ഉണ്ടെങ്കിലും ശരി, നന്നായിട്ട് ചപ്പ് തൂങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ വേനൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പൊന്ന് കവാത്ത് അടുപ്പിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ വളരെ ക്ലീനായിട്ടൊരു കവാത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചപ്പെല്ലാം മാറ്റി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ രണ്ടാം കൊല്ലം ചെടിയാണ്. രണ്ടാം കൊല്ലം എന്ന് പറഞ്ഞാൽ രണ്ടാം കൊല്ലം ആകുന്നത് ഇപ്പോൾ വരുന്ന ജൂലൈ മാസം 28-ാം തീയതിയോടുകൂടിയാണ് രണ്ടാം കൊല്ലം ആകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ചെടി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഇതിൽ അത്ര മോശമെന്ന് പറയാൻ പറ്റാത്തത്രയും ഒരുവിധം നന്നായി നിലവിൽ ഈ വേനലിനെ അത് പ്രതിരോധിച്ച് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം കവാത്ത് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ചെടികളെല്ലാം തന്നെ ഇവിടുത്തെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിലവിൽ ആണെങ്കിലും പുതിയ ശരമാണെങ്കിലും ഉണ്ട്, പുതിയ ചിമ്പുകളുണ്ട്, ഒപ്പം നന്നായി പൂ വിരിയുന്നുണ്ട്. ഈ പൂ വിരിയുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ നമ്മൾ ഇതിൽ ഹോറസാണ് മെയിനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒന്ന്. അതിന് കൂട്ടത്തിൽ വേരിന് വേണ്ടിയിട്ട് ആയുഷ്. ഹോറസ് നമുക്കറിയാം, അതൊരു പോളി സൾഫേറ്റ് പോലെ ഒന്നാണ്. എന്നാൽ അതിനകത്ത് അത്യാവശ്യം നൈട്രജൻ്റെ സാന്നിധ്യം കൂടെ ഉള്ള ഒന്ന് ആണ്. അപ്പോൾ അതിൽ വേരിനുണ്ടായിരിക്കുന്ന വളർച്ച, ഇതിപ്പം ചപ്പിന് മണ്ണും കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് വേര് മണ്ണിനടിയിൽ കൂടി നന്നായി വളർന്നിട്ടുണ്ട്. മൊത്തത്തിൽ വേരിനൊരു പവറുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആകെ മൊത്തം നമുക്ക് ഇനി വേണ്ടതായി എനിക്ക് തോന്നുന്നു, ഇനി പുതിയ ശരത്തേൽ സെറ്റായി വരണം. പഴയ ശരത്തേൽ ഓരോ കായൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു എടുപ്പ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കിട്ടുകയും ചെയ്യും. ഇനി അത്ര നല്ലാതെ നിന്നിരുന്ന ഒരു മേഖലയിലേക്കാണ് കടക്കുന്നത്. ഇവിടെ എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നിയിരിക്കുന്നത്, ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് ചെടികൾക്ക്, ഒരു 100 ചെടികൾക്ക് വലസ്ട്ര ഒഴിച്ചിരുന്നു. ഒഴിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തട്ട വട്ടത്തിൽ പൊട്ടിയിട്ട് മറിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലായിടത്തൊന്നുമില്ല, എനിക്കൊരു 100 ചെടിക്ക് ഒരെണ്ണം എന്നൊക്കെയുള്ള രീതിയിലാണ് അത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പം ഈ ഭാഗത്ത് നിന്ന് ചെടികൾക്കിത് നന്നായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തട്ടയൊക്കെ മറിയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചിമ്പടിക്കുന്നത് തീരെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ നമ്മുടെ മൂട് അകന്നു പോകുന്ന ഒരു പ്രശ്നം, ഇത് ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചെടിയുടെ മൂട് കണ്ടല്ലോ, ഇത് ഇത്രയും അകന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലും അകന്നായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇതിലുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം, വളരെ നന്നായിട്ട് ചിമ്പടിച്ച് കയറി വന്നു. തീരെ ചിമ്പടിക്കാൻ മടുപ്പുണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നാണ് ഈ വലസ്ട്ര ഒഴിച്ചതിന് ശേഷം വന്നിരിക്കുന്ന ഒരു വ്യത്യാസം. ഈ ചെടികൾ എനിക്ക് ഇത് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. ഈ ചെടികളെല്ലാം നന്നായി അകന്നു പോയി. ഞാനിത് പറിച്ച് കൂട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ചെടികളാണ് ഇതെല്ലാം തന്നെ. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിൽ പുതിയ ചിമ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലസ്ട്ര നമുക്കറിയാം ഹെക്സഗോണസോൾ 5%, അതുപോലെ തന്നെ വാൽഡാമൈസിൻ 2.5% വരുന്ന ഒരു ഫംഗിസൈഡും ബാക്ടീരിയസൈഡും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കെമിക്കലാണ്. വില്ലോവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണത്. ഞാൻ ഗുരുജീസിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്.
ഇനി ജസ്റ്റ് തോട്ടത്തിന് ഇപ്പോഴത്തെ അവസ്ഥ ഹോപ്പ്ഫുള്ളി ഗുഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രധാന പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ അന്തരീക്ഷത്തിൽ കാണുന്ന മരങ്ങൾ ഞാൻ ഇത്തവണ വളരെ മിനിമലായിട്ടേ വെട്ടുന്നുള്ളൂ. അതിൻ്റെ കാരണം ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് ഈ വർഷത്തെ ചൂട് തന്നെ താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് എനിക്കത്ര ഒരു ഉറപ്പില്ല. ഇനി ഇതിനകത്ത് പ്രശ്നമുള്ള ചെടികളുണ്ട്. ഇത് ഞാൻ വലസ്റ്റൊന്നും ഒഴിക്കാത്ത ഒരു മൂടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമുക്ക് ഇത്രയും തട്ട അതിൻ്റെ കിഴങ്ങ് ഇവിടുന്ന് കളയാനുണ്ട്. ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കുമ്മായം സൾഫറും കൂടെ തിരുമിയിട്ട് ഇടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ എന്താണെങ്കിലും അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വലസ്ട്രീം അതിൻ്റെ കൂട്ടത്തിൽ ഒരു 200 ഗ്രാം മാംഗോ സിപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 ലിറ്റർ വെച്ച് ഡ്രെഞ്ചിങ് കൊടുക്കാൻ പോകാം. മൊത്തം ചെടികൾക്കും, പ്രശ്നമുള്ള ചെടികൾക്കല്ല, മുഴുവൻ ചെടികൾക്കും ഡ്രെഞ്ചിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വലസ്ട്ര എന്താണെന്ന് നമുക്കറിയാം. അത് ഹെക്സകോൺസോൾ 5% വാൽഡാമൈസിൻ 2.5% ഉള്ള ഒരു ഫംഗിസൈഡ് ബാക്ടീരിയസൈഡാണ്. അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഫംഗിസൈഡും ഉണ്ട്, അതിൽ ബാക്ടീരിയസൈഡും ഉണ്ട്. അത് ഒരു 250 വെച്ചിട്ടാണ് ഞാൻ 200-ന് കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ മേടിച്ച് കഴിഞ്ഞാൽ 4 കൂട്ടിന് തികയാവുന്ന പോലെയാണ് അതിൻ്റെ ഡോസേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതും അതിൻ്റെ കൂട്ടത്തിൽ ഇൻഡോഫിലിൻ്റെ മാംഗോ സിബ്, അത് 75% മാംഗോ സിബാണ്. അത് ഒരു 200 ഗ്രാമും കൂടെ ചേർത്തിട്ട് ഒരു ഫുൾ ഡ്രെഞ്ചിങ് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഡ്രെഞ്ചിങ്ങിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലപൂർവ്വ ഒരു പ്രതിരോധം എന്ന നിലയ്ക്കാണ് നമ്മൾ പോകുന്നത്. അഴുകലിന് സാധ്യതയുണ്ട്. വളരെ നന്നായി നനച്ച് നിർത്തിയിരുന്ന തോട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനെ കഴിഞ്ഞും കൂടുതൽ അഴുകലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒന്ന് അഡ്രസ്സ് ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെ ഇന്നലത്തെ കാറ്റ്, ഇന്നലെ നമുക്കൊരു 15 മിനിറ്റാണ് ഇവിടെ കാറ്റുണ്ടായിരുന്നത്. ഈ 2-3-4 ചെടികളിവിടെ അപ്പോൾ തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കയറുകെട്ട്, വള്ളികെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിലേക്കൂടെ കയറും വള്ളിയൊക്കെ കെട്ടി കഴിഞ്ഞ വർഷത്തെ നിപ്പൊക്കെ ഉണ്ട്. അഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നന്നായി കാറ്റടിച്ച് പോയ ഒരു മേഖലയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ശരി, നമ്മൾ കൂടുതൽ വിശദമായി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തെ അപ്പോൾ വലസ്റ്റ ഒഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്പോൾ ഒടിഞ്ഞു. നമുക്കതിനകത്ത് വേറെ, കാരണം 10 മിനിറ്റത്തെ ഒരു കാറ്റുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരു 3-4 ചെടിയുടെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കൊപ്പടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ വരും. അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടി ഒന്ന് നിർത്തണം എന്നുള്ളൊരു വിചാരം എനിക്കുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ചത്തോടു കൂടി മുഴുവൻ കെട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കഴിഞ്ഞ വർഷവും ഇവിടെയായിരുന്നു കാറ്റിന് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്താൻ അവസരം ഉണ്ടായ സ്ഥലം. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാറ്റ് നന്നായി ഇവിടെ പിടിച്ചിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഒരു 4-5 ലൈന് നമുക്ക് വലിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്, നിൽക്കുന്ന മരങ്ങളെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് തുടർന്നും ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തേക്ക് ബൈ.